ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കഥ വായിക്കാനിടയായത് ഇങ്ങനെയാണ്. ഒരു ചെറുപ്പക്കാരനായ കർഷകൻ, ആൾക്കൊരു കഴുതയുണ്ട്. അത്യാവശ്യം പ്രായമായ ഒരു കഴുതയാണ്. ഒരു ദിവസം ഈ കഴുതയുടെ വലിയ കരച്ചിൽ കേട്ടാണ് അദ്ദേഹം ഉറക്കം എഴുന്നേൽക്കുന്നത്. ഈ ശബ്ദം എവിടെ നിന്നാണെന്ന് അറിയാൻ അയാൾ പുറത്തേക്ക് ഓടുന്നു. ഈ അടുത്ത് മൂടാനായിട്ട് അദ്ദേഹം വെച്ചിരിക്കുന്ന ഒരു പൊട്ടക്കിണറ്റിനുള്ളിൽ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. അദ്ദേഹം ആ പൊട്ടക്കിണറ്റിനടുത്തേക്ക് ഓടുന്നു. അവിടെ നോക്കുമ്പോൾ അതിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഈ കഴുത ഇങ്ങനെ വീണ് കിടക്കുവാണ്. ആൾക്ക് ഭയങ്കര ടെൻഷനായി. ഇനി എങ്ങനെ ഈ കഴുതേനെ പുറത്തെടുക്കും? ആ പുറത്തെടുക്കാനുള്ള ചെലവ് അദ്ദേഹം ഓർത്തു. അതിനെ ചികിത്സിക്കാനുള്ള ചെലവ് ഓർത്തു. ഇനി ചികിത്സിച്ചാൽ പോലും പ്രായമായ കഴുതയെ കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഓർക്കുവാണ്. അവസാനം അദ്ദേഹം ഒരു ക്രൂരമായ തീരുമാനം എടുക്കുവാണ്. അതിങ്ങനെയാണ്, ഈ പൊട്ടക്കിണർ എന്തായാലും മൂടാൻ പോവാണ്. ഈ കഴുതയോടുകൂടെ ഈ പൊട്ടക്കിണർ മൂടാം എന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ ഇതിന് സഹായത്തിന് വിളിക്കുന്നു. ഇതിനുള്ളിൽ കിടക്കുന്ന കഴുത മനസ്സിലാക്കുവാണ് താൻ ഇത് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഇതിനടിയിൽ പെട്ട് മരിക്കാൻ പോവാണ്. പക്ഷെ ആ കഴുത തോൽക്കാൻ തയ്യാറാവുന്നില്ല. മുകളിൽ നിന്നും ഓരോ കുട്ട മണ്ണ് ഈ കഴുതയുടെ ദേഹത്തോട്ട് ഇടുമ്പോഴും ഒടിഞ്ഞ കാലുകൾക്ക് കൊണ്ട് കുതിരി എഴുന്നേറ്റ് ആ കഴുത മണ്ണൊക്കെ മാറ്റി മുകളിലോട്ട് വരികയാണ്. അവസാന കൊട്ട മണ്ണ് നിറയ്ക്കുമ്പോൾ ഈ കഴുത ആ പൊട്ടക്കിണറ്റിൽ നിന്നും രക്ഷപ്പെടുവാണ്. ചിലപ്പോഴൊക്കെ തോൽവി എന്ന ചില പൊട്ടക്കിണറുകളിലൊക്കെ നമ്മൾ വീഴാറുണ്ടല്ലേ. നമ്മൾ വിചാരിക്കും നമ്മൾ രക്ഷിക്കാൻ ആരെങ്കിലും വരും, നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ വിചാരിച്ചവര്, ഉറ്റ സുഹൃത്തുക്കൾ എന്നൊക്കെ വിചാരിച്ചവര് പോലും നമ്മൾ ഒറ്റയ്ക്കാക്കി ഓടിപ്പോയ സമയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്കായി പോകുമ്പോഴും ഇതെന്റെ വിധിയാണ് എന്നോർത്ത് ആ തോൽവിക്ക് കീഴടങ്ങാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഉത്തരം കണ്ടെത്തുന്നത് നമ്മളാണ്.